പ്രശാന്തേട്ട, കെ മുരളീധരൻ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾക്കെതിരെ, പ്രത്യേകിച്ച് മുകേഷ്, അതുപോലെ തന്നെ സുരേഷ് ഗോപിക്കെതിരെ ഉണ്ടാരോ തൃശ്ശൂർ പൂരത്തിൻ്റെ അതുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപിക്കെതിരെ ആരോപണം അദ്ദേഹം ഉന്നയിക്കുന്നു. MR അജിത് കുമാറിനെതിരെ ആരോപണം ഉന്നയിക്കുന്നു. അപ്പോൾ അദ്ദേഹം ഈ കിട്ടിയ അവസരത്തിൽ ആർക്കൊക്കെ എതിരെ പറയാൻ പറ്റുമോ അവർക്കെല്ലാം എതിരെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഇദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ആരെയാണ് പുള്ളി ഉന്നം വയ്ക്കുന്നത്? ഉന്നം വെക്കുന്നൊന്നുമില്ല. പുള്ളി ഇങ്ങനെ വായി വരുന്നത് കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞ പഴഞ്ചൊല്ലുണ്ടല്ലോ, ഇങ്ങനെ പറയേ. ഇയാൾക്ക് ഈ മുകേഷിനെ പറ്റി പറയാനുള്ള ധാർമ്മികത വല്ലതും ഉണ്ടോ? പുള്ളി KPC പ്രസിഡന്റായിട്ട് നമ്മുടെ ഇപ്പോഴത്തെ കാസർഗോഡാണല്ലോ, രാജ്മോഹൻ തന്നെ അറിയാം. കുറി വായിച്ചിട്ട് നടക്കുന്നത്, കരയില്ലാത്ത മുണ്ടെടുത്തുകൊണ്ട് നടക്കുന്നത് രാജ്മോഹൻ. നേരത്തെ 24 മണിക്കൂറും കുറി ഇട്ടുകൊണ്ട് നടന്നത്, കുറിയില്ല. അദ്ദേഹം പറഞ്ഞത് കെ മുരളീധരൻ ഒരു പെണ്ണായിട്ട് ജനിച്ചായിരുന്നെങ്കിൽ ലോകത്തെ അറിയപ്പെട്ട വേശ്യയായിട്ട് നമുക്ക് പറയേണ്ടി വന്നേനെയും എന്നാണ് പുള്ളി പറഞ്ഞത്. കെ മുരളീധരൻ ആണായി പോയത് ഭാഗ്യമാണ്. അയാൾ ഒരു പെണ്ണായിരുന്നെങ്കിൽ ലോകത്തെ അറിയപ്പെട്ട വേശ്യകളുടെ ലിസ്റ്റിൽ ഇയാളുടെ പേരും ഉണ്ടായേനെ. ഇതിൽ കൂടുതലൊന്നും വേണ്ടല്ലോ. സ്വന്തം പാർട്ടിക്കകത്ത് ഉള്ള ഇപ്പോൾ MP ആയിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ KPCCയുടെ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ വക്താവ് പറഞ്ഞ. അതുപോലെ തന്നെ വേറെ ആരോപണവും പറഞ്ഞു. KPCC ഓഫീസിൽ അദ്ദേഹം പ്രസിഡന്റായിട്ടിരിക്കുന്ന സമയത്ത് അതിനകത്ത് ബാത്റൂമുണ്ട്. അതുപോലെ ഓഫീസിൽ സ്ത്രീകൾ വന്നു കഴിഞ്ഞാൽ ഇദ്ദേഹം കുറ്റിയങ്ങിടും. ഒരു പ്രാവശ്യം ഏതോ കാരണവശാൽ പൈപ്പിൽ വെള്ളമില്ലാത്തതിന് അവിടെ നിന്ന് ആളോട് ഉണ്ടാക്കിയ വഴക്കും, ഇങ്ങനെ വളരെ കേൾക്കുന്നവർക്ക് എന്താണെന്നുള്ള കാര്യം വളരെ കൃത്യതയോട് മനസ്സിലാവുന്ന. പിന്നെ മാത്രമല്ല, ഇദ്ദേഹത്തിന്റെ പേരിലൊരു നിരന്തരമായിട്ട് ഇദ്ദേഹം ഈ ലൈറ്റ് നിൽക്കുന്ന സമയത്ത് ഒരു നടിയുടെ പേരുണ്ടായിരുന്നു വളരെ. അപ്പൊ ഇദ്ദേഹം മുകേഷിന്റെ കാര്യം, മുകേഷ് സിനിമാ നടൻ ആയിട്ടാണ് MLA ആകുന്നത്. മുകേഷിനെ നമ്മൾ ന്യായീകരിക്കുന്നില്ല. പക്ഷെ മുകേഷിനെ കുറ്റപ്പെടുത്തുന്നതിന് ഇദ്ദേഹത്തിന് അധികാരമുണ്ടോയെന്ന് പുള്ളി, അല്ലെങ്കിൽ അതിന് അർഹതയുണ്ടോയെന്ന് പുള്ളി പരിശോധിക്കും. മാത്രമല്ല, അതിൻ്റെ കൂടെ സുരേഷ് ഗോപിക്ക് ഇട്ടൊരു തട്ടോട് തട്ടുന്നത്. സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം ഈ പത്രക്കാരുടെ പുള്ളിയുടെ ശൈലിയിൽ സംസാരിച്ചല്ലോ. ഞാൻ ഇറങ്ങി വരുന്ന ഏത് കാര്യത്തിന് പോയിട്ട് ഇറങ്ങി വരുന്ന ആ വിഷയത്തെ പറ്റി സംസാരിക്കാനാണ് പുള്ളി ഉദ്ദേശിച്ചത്. അപ്പം ഇദ്ദേഹത്തിനോട് ബലാത്സംഗത്തെ പറ്റി സംസാരിക്കണമെങ്കിൽ പുള്ളി ബലാത്സംഗം ചെയ്തിട്ട് ഇറങ്ങി വരണമെന്ന് മുരളീധരൻ ചോദിക്കുന്നുണ്ട്. അപ്പം ഓരോ ആ രീതിയിൽ ഓലെ കഴിഞ്ഞ ഈ നമ്മുടെ തൃശ്ശൂർ പൂരം കലക്കിയത് കൊണ്ടാണ് സുരേഷ് ഗോപി ജയിച്ചത്. അത് പിണറായി വിജയൻ ചെയ്തു കൊടുത്തതാണ്. അതിന് അജിത് കുമാറിനെ ഉപയോഗിച്ച്, അവിടുത്തെ അജിത് കുമാറിനെ ഉപയോഗിച്ച് SP ഉപയോഗിച്ചാണ് ചെയ്തത് എന്നുള്ളതാണ് ഇപ്പോൾ ഈ കെ മുരളീധരനും മറ്റേ CPIയുടെ സ്ഥാനത്ത് സുനിൽകുമാറും ഉൾപ്പെടെയുള്ള. സുനിൽകുമാർ ഇങ്ങനെ വ്യക്തത വരുത്തി പറഞ്ഞിട്ടില്ലെങ്കിലും ഇതിനകത്തൊരു ഗൂഢാലോചനയുണ്ട്, അന്വേഷണം, ഇദ്ദേഹം ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നൊക്കെയാണ് പറയുന്നത്. ഇദ്ദേഹം അവിടെ ഈ പറഞ്ഞ ആള് ജയിക്കുമെങ്കിൽ 2ാം സ്ഥാനത്തെങ്കിലും പറഞ്ഞത്, ഇദ്ദേഹം 3ാം സ്ഥാനത്താണല്ലോ പറഞ്ഞത്. മാത്രവുമല്ല, സുരേഷ് ഗോപി ജയിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 75,000 വോട്ടിനാണ് ജയിച്ചിരിക്കുന്നത്. നിസ്സാര വോട്ടിനല്ല, 1 ലക്ഷം വോട്ടുണ്ടാവും. ഇവർ രണ്ടുപേരും മത്സര രംഗത്ത് നിൽക്കുമ്പോൾ ഒരു പൂരം കലക്കിയിട്ട് ആ പൂരത്തിന് വരുന്ന ആൾക്കാർക്കകത്തുനിന്ന് 25,000 വോട്ട് മാറിയാലും സുരേഷ് ഗോപി ജയിക്കേണ്ടത് ഒരു 10,000-15,000 വോട്ടിനാണല്ലോ. അപ്പൊ സുരേഷ് ഗോപി ജയിച്ചത് 70,000-75,000 വോട്ടാണ്. അതിനകത്ത് രാഷ്ട്രീയപരമായിട്ട് അദ്ദേഹത്തിന് മുന്നേറാൻ കഴിഞ്ഞതുകൊണ്ടും അദ്ദേഹത്തെ അവിടുത്തെ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടും ഒക്കെയാണ്. അല്ലാതെ തൃശ്ശൂർ പൂരം കലക്കിയത് കൊണ്ടോ ഈ പറയുന്ന ആരോപണങ്ങൾ കൊണ്ടോ ഒന്നുമല്ല. ഒരു കാര്യം കെ മുരളീധരൻ മനസ്സിലാക്കുക. കെ മുരളീധരൻ ഈ പറയുന്നത് പോലെ കെ മുരളീധരന് തൃശ്ശൂര് ജനങ്ങൾക്കിടയിൽ ബന്ധമില്ല എന്നുള്ള കാര്യം ഇതിനു മുമ്പ് തെളിയിച്ചിട്ടുള്ളതാണല്ലോ. കെ മുരളീധരൻ അച്ഛനും ഇവിടെ തോറ്റിട്ടുണ്ട്. അപ്പം മനസ്സിലാവും, കെ കരുണാകരൻ തോറ്റിട്ടുള്ള സ്ഥലം. അപ്പം കെ മുരളീധരൻ സ്വയം അങ്ങ് ഒരു പുങ്കവനായിട്ട് നിൽക്കാതെ, കെ മുരളീധരന് പറ്റിയ അബദ്ധം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ കൊണ്ട് പറ്റിയതാണെന്നും, രണ്ടാമത് കെ മുരളീധരൻ അവിടെ സ്ഥാനാർത്ഥി ആവേണ്ടി വന്നത് KC വേണുഗോപാലിന്റെ കളി കൊണ്ടാണെന്നും കെ മുരളീധരൻ ഒന്ന് മനസ്സിലാക്കണം. KC വേണുഗോപാലിന് പാലപ്പുഴ മത്സരിക്കുന്നതിന് വേണ്ടി സമുദായ സമവാക്യം ഒപ്പിക്കുന്നതിന് വേണ്ടി മുസ്ലിം ക്യാൻഡിഡേറ്റിനെ വേണമായിരുന്നു. അതുകൊണ്ട് മുരളീധരനെ അവിടുന്ന് മാറ്റിയിട്ട് നമ്മുടെ പാലക്കാട് MLA ഷാഫി പറമ്പലിന് ഒരു മുസ്ലിം ക്യാൻഡിഡേറ്റിനെ അവിടെ നിർത്തിയാൽ മാത്രമേ മുസ്ലിം പ്രാതിനിധ്യം ഒപ്പിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ കെ മുരളീധരൻ അവിടെ KC വേണുഗോപാലിന് ആലപ്പുഴ മത്സരിക്കുന്നതിന് പകരം അവരെ മാറ്റി നിർത്തിയിട്ട് ഷാനിമോൾ ഉസ്മാന് ആ സീറ്റ് കൊടുക്കേണ്ടി വന്നത്. അപ്പം ഇത്തരത്തിൽ അയാളുടെ പാർട്ടിക്കകത്തെ ഒതുക്കലിന്റെയും അയാളുടെ പാർട്ടിക്കകത്തെ ചിലരുടെ താല്പര്യത്തിനനുസരിച്ച് ഇങ്ങനെ തൃശ്ശൂർ വന്ന് മത്സരിക്കേണ്ടി വന്നതും തൃശ്ശൂർ ജനങ്ങൾക്ക് ഇദ്ദേഹത്തെ ഇഷ്ടമില്ലാതെ വന്നതും കൊണ്ടൊക്കെ തോറ്റുപോയതാണ്. അതിന് ഏതെങ്കിലുമൊക്കെ
ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പുറത്തും അല്ലെങ്കിൽ പൂരത്തിന്റെ പുറത്തും അജിത് കുമാറിന്റെ ഒക്കെ പുറത്തും ഒക്കെ സംസാരിച്ച്, അല്ലെങ്കിൽ മാത്രമല്ല ഇവർക്ക് സംസാരിക്കാൻ എന്ത്, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് സ്ത്രീ പീഡനം അല്ലെങ്കിൽ ബലാത്സംഗത്തെ പറ്റിയും അല്ലെങ്കിൽ പീഡനത്തെ പറ്റിയൊക്കെ സംസാരിക്കുന്നു. കഴിഞ്ഞ ദിവസം ശ്രീമി ജോസ് വെൽട്രോൺ, എനിക്കറിയാം കരുണാകരനുള്ള കാലത്ത് യൂത്ത് കോൺഗ്രസിന്റെ ഏറ്റവും വലിയൊരു നേതാവാണ്. ഒരു ബുള്ളറ്റൊക്കെ ഓടിച്ചോണ്ട് നടക്കുക. യൂത്ത് കോൺഗ്രസ് എല്ലാം ശ്രദ്ധിക്കപ്പെട്ട ഒരു വലിയ ശ്രദ്ധിക്കപ്പെട്ട നേതാവ്. അന്നത്തെ കാലത്ത് ഈ ബുള്ളറ്റൊക്കെ ഓടിച്ചുകൊണ്ട് സ്ത്രീകളൊന്നും വരത്തൊന്നുമില്ല. ബുള്ളറ്റ് ഓടിച്ച് ജീൻസും പാൻറ്റും ഒക്കെ ഇട്ട് വളരെ കൊല്ലങ്ങൾക്കും. ഇപ്പൊ എനിക്ക് തോന്നുന്നു അവർക്കൊരു എങ്ങനെ പോലെ ഈ മുരളീധരന്റെ ഒക്കെ പ്രായം കാണും. അവരാണ് ഇന്നലെ പറഞ്ഞിരിക്കുന്നത് ഈ കാസ്റ്റിംഗ് കൗച്ച് ഒക്കെ സിനിമയ്ക്കകത്തല്ലേ ഇതിനകത്ത് കാസ്റ്റിംഗ് കൗച്ച് ഉണ്ടെന്ന് ഇതിനകത്ത് പച്ചയ്ക്ക് പറഞ്ഞു. അത് ഇന്നലെ കേട്ടിട്ട് വന്ന് ഇന്ന് മുകേഷിന്റെ പുറത്തും അല്ലെ ഹേമ കമ്മിറ്റിയുടെ പുറത്തും ഒക്കെ നിൽക്കുക. അവനവന്റെ പാർട്ടിക്കകത്ത്, അത് ഏറ്റവും വലിയൊരു ദേശീയ പാർട്ടി, പൊതുജനങ്ങൾക്കിടയ്ക്ക് സമൂഹത്തിനിടയ്ക്ക് നിൽക്കുന്ന പാർട്ടി കോൺഗ്രസ് പാർട്ടി, ആ പാർട്ടിക്കകത്ത് സിനിമയ്ക്കപ്പുറം ഇത്തരം കാര്യങ്ങൾ നടക്കുന്നതെന്ന് അതിനകത്ത് നിൽക്കുന്ന ഒരു സമുന്നതനായ നേതാവ്, പഴയ നേതാവ്, PSC മെമ്പറായിട്ടിരുന്ന നേതാവ്, വനിതാ നേതാവ് പറയുന്ന അദ്ദേഹം കേട്ടിട്ട് അവരെ പുറത്താക്കിയിട്ടുണ്ട്. അവര് പറഞ്ഞോണ്ടല്ലേ അവരെ പുറത്താക്കിയത്. അവര് പുറത്തായാലും പറയണമെന്ന് തീരുമാനിച്ച് പറഞ്ഞു. അപ്പൊ അത്തരത്തിൽ മുരളി അപഹാസ്യനാകുകയാണ്. അപ്പൊ ഒരു കാര്യം, മുരളി അവിടെ തോറ്റതിന്റെ കാരണം കണ്ടുപിടിച്ച് ജയിക്കാനുള്ള മാർഗം നോക്കുക. അതിനൊക്കെ ഞാൻ ജയിക്കുന്ന ആളാണ്, ഞാൻ ഒരിക്കലും തോക്കാത്ത ആളാണ്, ഇങ്ങനെ എന്നുമുള്ള കാര്യം. ഇങ്ങനെ എവിടെയെങ്കിലും ഒന്ന് തോറ്റു കഴിയുമ്പോൾ വിലാപമാണ്. വിലാപത്തിനനുസരിച്ച് ഇങ്ങനെ പറഞ്ഞ് വീണ്ടും ഇവിടെ നിന്ന് ജയിക്കണം. ഇയാളൊരു ഈ കൊച്ചു പിള്ളേരോട് നിർബന്ധബുദ്ധി. അയാൾക്ക് എപ്പോഴും എന്തെങ്കിലും പോസ്റ്റ് വേണം. മനസ്സിലാവുന്നുണ്ടോ? അയാൾ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി എന്ത് ജോലി ചെയ്തിട്ടുണ്ട്? പ്രസ്ഥാനത്തിനകത്ത് കയറി MLA ആയിട്ട് ഇതിനകത്ത് പ്രവർത്തിച്ചിട്ടുള്ളോ പ്രസംഗിച്ചിട്ടുള്ളോ അല്ലാതെ പ്രസ്ഥാനത്തിനകത്ത് ജോലി ചെയ്ത് കയറിയൊന്നുമല്ലോ. കരുണാകരന്റെ മകനെന്ന കെയർ ഓഫിൽ ഇതിനകത്ത് വന്നതാണ്. സേവാദളിന്റെ ചെയർമാനായിട്ടാണ് പാർട്ടി പ്രവർത്തനം. അതുവരെ ഗൾഫിലായിരുന്നു. അതിന് മനസ്സിലാവുന്നുണ്ട്. അതിനുശേഷം ഇതിനകത്ത് വന്ന കാര്യങ്ങളാണ് മുമ്പേ നമ്മൾ ചർച്ച ചെയ്തത്. അപ്പൊ അദ്ദേഹത്തിന് ഈ സദാചാരത്തെ പറ്റി പറയാനും ബലാത്സംഗത്തെ പറ്റി പറയാനും പീഡനത്തെ പറ്റി പറയാനും ഇതിന്റെ തോതിനെ പറ്റി പറയാനും ഒന്നും അർഹതയുള്ളൊരു നേതാവല്ല. അതൊക്കെ പറയാൻ അർഹതയുള്ള നേതാക്കന്മാർ വന്ന് നമ്മൾ സംസാരിക്കും. ഇതൊക്കെ ചർച്ച ചെയ്യുന്നതിന് മുകേഷ് ശരിയല്ലയോ നമുക്ക് അതിനെപ്പറ്റി ചർച്ച ചെയ്യേണ്ടതല്ലോ. മുകേഷ് ചെയ്തിട്ടുണ്ട് തന്നെ. പക്ഷേ മുകേഷിന്റെ അവിടെ സമരം ചെയ്യാൻ പോകുന്ന യൂത്ത് കോൺഗ്രസ്സുകാരൻ ഒരു കാര്യം ആലോചിക്കണം. ഈ 2 MLA പീഡന കേസിൽ പ്രതിയായിട്ടുള്ള അവര് ശരിയല്ലെന്ന് കണ്ട് ഇപ്പോഴും MLA സ്ഥാനം രാജിവെച്ചിട്ടില്ല. അവരെന്റെ അവിടെ നിന്നപ്പോഴും ഈ ന്യായം ഒന്നും പറഞ്ഞില്ല. അവരെന്താ മാറ്റി നിർത്തിയോ? ഒരു ആളുടെ പേരിൽ ഒരു കുറ്റം ആരോപിക്കപ്പെട്ടാൽ അത് കേസായി കഴിഞ്ഞാൽ, കോടതിയിലായി കഴിഞ്ഞാൽ അതിനകത്ത് അവർക്ക് തെളിയിക്കാനുള്ള സാവകാശം കൂടെ കൊടുക്കണമല്ലോ. അപ്പൊ അത്തരത്തിൽ വേണം. അല്ലാതെ ഇത് അവനവന്റെ 2 കാലയിലും മന്തുള്ളവൻ, 1 കാലയും മന്തുള്ളവനെ കുറ്റം പറയുന്ന രീതിയിൽ കെ മുരളീധരനാവുകയും അല്ലെങ്കിൽ അത് കേട്ട് കൈയടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ സമൂഹം മൊത്തം ഇദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ട് ചിരിക്കുകയും കൈയടിക്കുകയും അംഗീകരിക്കുകയൊന്നും ചെയ്യുമെന്ന് വിചാരിക്കരുത്. സുരേഷ് ഗോപിക്ക് ചില വർത്തമാനത്തിനകത്ത് വരുന്ന പാളിച്ചകളേ ഉള്ളൂ. സുരേഷ് ഗോപി നിങ്ങളാരും പറയുന്ന പോലെ കുഴപ്പക്കാരനൊന്നുമല്ല. അയാളെ എങ്ങും ബലാത്സംഗത്തിന് പിടിക്കാനോ അല്ലെങ്കിൽ മറ്റു കുഴപ്പത്തിന് പിടിക്കാനോ പൈസ മോട്ടിച്ചതിന് പിടിക്കാനോ ആൾക്കാരുടെ മര്യാദകൾ കാണിച്ചതിന് പിടിക്കാനോ ഒന്നും സാധ്യമല്ല. അത് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് തൃശ്ശൂർക്കാർ അദ്ദേഹത്തെ ജയിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മുരളി മിണ്ടാതിരിക്കുന്നതാണ് മുരളിയുടെ മാനത്തിന് നല്ലത്. അപ്പോൾ മുരളി എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഇടയ്ക്ക് തെരഞ്ഞെടുപ്പിൽ തോറ്റ സമയത്ത് ഇനി ഞാൻ ഒന്നിനുമില്ല എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ കയറി കഥമൊക്കെ അടച്ചിരുന്ന ആളുകൾ ആരെയും എന്നിട്ടും പിണങ്ങിയിരുന്ന കുട്ടിയെ പോലെ വലിയ മുതിർന്ന നേതാവ്, പക്ഷെ പിണക്കം തീർക്കാൻ പലരും മിഠായിയും കളിപ്പാട്ടവും ഒക്കെ ആയിട്ട് ചെല്ലുന്നു. അതുകൊണ്ട് ഇപ്പോൾ അദ്ദേഹം രംഗത്തിറങ്ങിയിരിക്കുകയാണ്. അദ്ദേഹം വിചാരിക്കുന്നത് അദ്ദേഹത്തിന് ഇനി ഭരണം വരുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ ഒരുപാടുണ്ട്. പിന്നെ അതിന്റെ കൂട്ടത്തിൽ അതിന്റെ കൂട്ടത്തിൽ അദ്ദേഹത്തിനും ഈ ഡയലോഗൊക്കെ അടിച്ച് അദ്ദേഹം എന്തൊക്കെ പറഞ്ഞാലും ഒരു ഓഡിയൻസിനെ അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാനൊക്കെ ആളുണ്ട് കോൺഗ്രസിൽ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ അദ്ദേഹത്തിനെ കേൾക്കാനൊക്കെ ആളുണ്ട്. നേരത്തെയും ക്രൗഡ് പുള്ളറായിട്ടുള്ള ഒരു നേതാവാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അദ്ദേഹം ഈ ഡയലോഗൊക്കെ ഇങ്ങനെ വീശുന്നത്, ചാനലുകളുടെ മുമ്പിലും ഒക്കെ ഡയലോഗ് വീശുന്നത്. അതുകൊണ്ടായിരിക്കും അദ്ദേഹം ലൈം ലൈറ്റിലേക്ക് വരികയാണ്, തിരിച്ചു വരവ് അറിയിക്കുന്നു. അല്ല, അദ്ദേഹത്തിന് ഒരു അവസരം. കാരണം എങ്ങനെയും തിരിച്ച് മെയിൻ സ്ട്രീം വരണം. ഇപ്പൊ കുറച്ച് ദിവസം കൊണ്ട് അകത്ത് പോയി. അപ്പോൾ ഒരു കാരണം കിട്ടി, ഇപ്പൊ മുകേഷിന്റെ കാരണം കിട്ടി, വെളിയിൽ വന്ന് വീണ്ടും മാധ്യമങ്ങളുടെ മുമ്പിൽ വളരെ കൃത്യതയോടെ നിന്നേ പറ്റത്തുള്ളൂ. KC വേണുഗോപാല്, ഇപ്പോഴത്തെ VD സതീശനെ, രമേശ് ചെന്നിത്തല, പിന്നെ സുധാകരനെ, ഇങ്ങനെ മൊത്തവും ആളുകളും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കുക, വരാൻ വേണ്ടി നിൽക്കുക. ഇപ്പൊ ഇദ്ദേഹത്തിന് ചാൻസ് കിട്ടി. കാരണം തോറ്റുപോയെങ്കിലും അടുത്ത പ്രാവശ്യം ഒരു സീറ്റ് കിട്ടുമെങ്കിൽ MLA ആയിട്ട് കിട്ടുമല്ലോ. ജയിച്ചു വന്നു കഴിഞ്ഞാൽ ഈ മുഖ്യമന്ത്രിമാരുടെ പേരെഴുതിന്റെ കൂട്ടത്തിൽ എഴുതി വെച്ച് ഏതെങ്കിലും കാരണവശാൽ ആഗ്രഹം സാധിച്ചു കിട്ടിയാൽ നേട്ടമായിരിക്കും. അതിനു വേണ്ടിയുള്ള പങ്കപ്പാടാണ്. പക്ഷെ ഇത് ആൾക്കാർക്കെല്ലാം പഴയ കഥകളും കാര്യങ്ങളും ഒക്കെ അറിയാം. ഇങ്ങനെ തിരിച്ചു ചോദിക്കാൻ തുടങ്ങിയാലും അല്ലെ തിരിച്ച് ചിന്തിക്കാൻ തുടങ്ങിയാലും ഒക്കെ നാണക്കേടാ. മുരളീധരൻ അതുകൊണ്ട് മര്യാദയ്ക്ക് ഉള്ള മാനം കളഞ്ഞു പിടിക്കാതെ പോകുന്നതാണ് നന്നാവുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ
ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.